ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഇറ്റ്സ് മീ അമ്മ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു മമ്മൂട്ടി ചിത്രത്തിൻ്റെ ടീസർ. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഡേറ്റ് തിരഞ്ഞെടുത്തതെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും മമ്മൂക്കയുടെ മറ്റൊരു പടത്തിൻ്റെ ടീസർ വന്നിരിക്കുകയാണ്. ഗൗതം വാസുദേവ് മേനോൻ വില്ലനായി എത്തുന്ന ഈ ചിത്രത്തിൽ ടെർബോയ്ക്ക് ശേഷം ഒരു വൻ താരനിര അണിനിരക്കുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ചിത്രമായിരിക്കും ബസൂക്ക. ഡിനോ ഡെന്നിസ് കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ ഗൗതം വാസുദേവ് മേനോൻ ഒരു പ്രധാന വേഷത്തിലുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വേരിയൻ ഗെറ്റപ്പിൽ ഓരോ ചിത്രം കഴിയുമ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ പുതിയ പുതിയ ഗെറ്റപ്പിലാണ് നമ്മുടെ മുമ്പിൽ എത്തുന്നത്. ഇതിലും വളരെ വ്യത്യസ്തമായൊരു തീം തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ടീസർ കാണാം, എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. ബെഞ്ചമിൻ, തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോരുന്നു. എനിക്ക് ഇവരുടെ തലവേദന ഉണ്ടാക്കി വെക്കാം. സാർ എന്താ സാർ ഈ പറയുന്നത്? ദ ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ എങ്ങനെ തൊടാനാ സാർ? അത് പോപ്കോൺ സാർ. ഞങ്ങള് സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പടം കണ്ടു വിളിക്കാം സാർ. ഓക്കെ. ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്. കേരള ഭാഷ സെറ്റ് വൺ So then who are you? Hey buddy, get ready for the game. It's tuxedo time. Every time I pull up in a hockey mask, I'ma put a Great father. spitting up the facts, don't get the polygraph. അപ്പൊ പണിയാണ്. 8-2-16. ഈ കഥയിൽ നിങ്ങളുടെ റോൾ? നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ഭായി. പൊളി. മറ്റേ ഗ്രേറ്റ് ഫാദറിനകത്ത് ഡേവിഡ് നയനെ വീണ്ടും 1 സെക്കൻഡ് കണ്ടുപോലൊരു ഫീൽ ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ഗൗതം വാസുദേവ് മേനോന്റെ ഒരു കിടുക്കൻ സംഭവം ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഞങ്ങൾ സെക്കൻഡ് ഷോ കാണുകയാണ് സാറെന്ന് പറയുന്നത്. സിംബോളിക്കായിട്ട് പറയുന്ന ഒരു സീക്വൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര സിമ്പിളായിട്ട് നിന്നിട്ട് മാസ് കാണിക്കുന്ന ഒരു കിടുക്കൻ വില്ലൻ തന്നെ ആയിരിക്കും. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, നോക്കാം. പടം പൊളിയാണ്. 8-16 പണി. പിന്നെ നമ്മൾ ചെയ്യാത്ത റോൾ സത്യമാണ്. മൂപ്പര് ചെയ്യാത്ത റോളൊന്നുമില്ല. കാര്യം ഇപ്പം നെക്സ്റ്റ് മന്ത് 7th 73 വയസ്സാകുന്ന മനുഷ്യനാണ്. 53 വർഷത്തോളം വേണ്ട സിനിമയിലായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പുള്ളിക്കാരൻ ചെയ്യാത്ത റോള് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാൻ. അഡ്ജസ്റ്റ് ഐറ്റംസാണ് ഓരോ വർഷവും ആരാധകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മമ്മൂക്ക ഇറക്കി വിടുന്നത്. അത് പുതിയ സംവിധായകരെ കൊണ്ടുവരുന്നതിനുള്ള അങ്ങനെ കാണിക്കുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, അതിവിടെ വേറെ ഒരുത്തരും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേ അപ്ഡേറ്റഡ്. ആ ഒരു സംഭവം ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ് പുള്ളി ഇങ്ങനെ മാസമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബസൂക്ക തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്താ പറയുക, ഉറപ്പ് ടെർബോ കഥ വൈസ് നിങ്ങൾക്ക് കുറച്ച് മുഷിപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ലൊരു കഥയുണ്ടാവും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണുക.